ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ ഒരുപാട് വാല്യൂ ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ തന്നെയാണ്. ഞാനിത് രണ്ടാമത്തെ വീഡിയോ ആണ്. പക്ഷേ നിങ്ങളുടെ കുറേ അഭിപ്രായങ്ങളും എല്ലാം കണ്ടിട്ട് ഒരു 4-5 പോസിബിലിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താൽ മതി. ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആളായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള പ്രൈസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് തോന്നും. ശരിയല്ലെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് മെൻഷൻ ചെയ്തു. ചില കാര്യങ്ങൾ ഇത് പറയുന്നത് ശരിയാണെന്ന് തോന്നും. അങ്ങനെ ചെയ്യുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് കിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഒരു ആസ് ഓഫ് നൗ ഡിസംബർ 24 ആണ് ഈ ഒരു പയ്യൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് 524 മില്യൺ ആണ്. പക്ഷേ നമുക്കിപ്പോൾ റീസെൻ്റ്ലി കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വാല്യൂ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടോട്ടൽ സപ്ലൈ ആസ് ഓഫ് ഫെബ്രുവരി 20, 2025. അപ്പോൾ ഏറ്റവും മൊത്തമായിട്ടുള്ള ഒരു ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ബില്യൺ ആണ്. നമ്മുടെ പൈ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വൈറ്റ് പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൊത്തം 100 ബില്യൺ ആണ് ഈ ഒരു പ്രൊജക്റ്റിന് അവർ ടോട്ടലായിട്ടുള്ള ടോക്കൺ സപ്ലൈ തരുന്നത്. അപ്പോൾ ഈ 100 ബില്യണും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, നമ്മളിലേക്ക് സർക്കുലേറ്റ് ചെയ്യില്ല. കുറച്ചായിരിക്കും സർക്കുലേറ്റ് ചെയ്യുക. ഫ്യൂച്ചറിലും കുറച്ച് കൂടുതൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് മൊത്തം 100 ബില്യൺ ടോക്കൺ സപ്ലൈ ചെയ്യുന്നത് തന്നെ ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നെഗറ്റീവും പറയാം, പോസിറ്റീവും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു അലോക്കേഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ അവർ എത്രയാണ് പുറത്ത് വിടുന്നത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ മൈനിങ് റിവാർഡായിട്ട് 65%. അപ്പോൾ 65% എന്ന് പറഞ്ഞാൽ 65 ബില്യൺ ആണ് ഇപ്പോൾ അവർ മൈനിങ് റിവാർഡായിട്ട് മൊത്തമായിട്ട് ഈ പ്രൊജക്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൈനിങ് ഇല്ലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇനിയും മൈനിങ് ഉണ്ടാവും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ബില്യൺ പൈ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അവരുടെ എക്കോസിസ്റ്റത്തിൽ അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈയും അവരെന്ത് ചെയ്യും, സെല്ല് ചെയ്യാം ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്. അതെന്തായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വെറും 5% പൈ മാത്രമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അതായത് 5 ബില്യൺ പൈ ആണ് അവർ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ കോർ ടീം അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ടീമിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യാനും മെയിൻ്റെനൻസ് എഫേർട്ടിനും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് അവർ 20% പൈ ടോക്കണിൻ്റെ സർക്കുലേഷൻ അവിടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അത് അവർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ആണ്. മൊത്തം നിങ്ങൾ മൈൻ ചെയ്തെടുക്കാൻ പോകുന്നത് 65 ബില്യൺ ടോക്കൺസ് ആണ് നമ്മുടെ പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 5-6 വർഷം മുമ്പ് വന്നിട്ടുള്ള പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് അറിയും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഞാൻ പറഞ്ഞ റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ളതാണ്. ആസ് ഓഫ് ഡിസംബർ 24, 2024 അവർ അപ്രോക്സിമേറ്റ്ലി എത്രത്തോളം സർക്കുലേഷനാണ് ചെയ്തത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 562 മില്യൺ പൈ കോയിൻസ് ആണ് അവർ ചെയ്തത്. ഇതൊന്നും ശരിയാണോ തെറ്റാണോ 100% നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്, ഓരോ വെബ്സൈറ്റുകളിൽ നിന്നും. അതേപോലെ തന്നെ ഒരു സ്പെക്യാലിറ്റീവ് വാല്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് ഇത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. മേ ബി ഞാൻ പറയുന്നത് ഫുള്ള് തെറ്റായിരിക്കാം, മേ ബി ഞാൻ പറയുന്നത് ഒരു 90% ശരിയായിരിക്കാം എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഒരിക്കലും പൈൻ്റെ കാര്യം അവർ ഡിസ്ക്ലോസ് ഇല്ലെങ്കിൽ അവർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാതെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആസ് ഓഫ് ഡിസംബർ 2024 അപ്രോക്സിമേറ്റ്ലി 562 മില്യൺ പൈ കോയിൻ ഹാവ് ബീൻ അൺലോക്കഡ് ആൻഡ് ആർ ബി സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെനി യൂസേഴ്സ് ഹാവ് ഓപ്റ്റഡ് ടു ലോക്ക് അപ്പ് ദെയർ ടോക്കൺ ഫോർ എക്സ്റ്റൻഡ് പീരീഡ്. അപ്പോൾ ഈ ഒരു മൈനിങ് ചെയ്തതിലും കുറേ ആൾക്കാർ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്ക് ട്രാൻസ്ഫറബിൾ കുറച്ചേ ഉള്ളൂ, ലോക്ക് ചെയ്ത് വെച്ചത് ഒന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റേക്കിംഗ് അങ്ങനെയുള്ള കാര്യം തന്നെയാണ് ഈ ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് എടുക്കാൻ പറ്റുന്ന ലോക്ക് ചെയ്ത് വെക്കുന്ന ടോക്കൺസ് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫെബ്രുവരി 18 അപ്പോൾ ഈ ഫെബ്രുവരി 18 മുതൽ ഫെബ്രുവരി 20 വരെ നമുക്ക് കിട്ടിയ കണക്കെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഡൗട്ട്, ഇത് എങ്ങനെയാണ് 562 നിന്ന് 6 ബില്യൺ പോയതെന്ന് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്കും എനിക്കും ഡൗട്ട് ഉണ്ട്. പക്ഷേ ഈ ഇൻഫർമേഷനൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, നിങ്ങൾക്കും ഈ ഇൻഫർമേഷനൊക്കെ എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക, ഫുള്ള് നെറ്റിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ റിഗാർഡിംഗ് ദ സർക്കുലേറ്റിംഗ് സപ്ലൈ റീസെൻ്റ്ലി ഡാറ്റ കോയിൻ ഡബ്ല്യു ചേഞ്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് അപ്രോക്സിമേറ്റ്ലി 6.01 ബില്യൺ പൈ ടോക്കൺ വിൽ ബി സർക്കുലേറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ദ മെയിൻ നെറ്റ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ബില്യൺ നിങ്ങൾ പറഞ്ഞ ഈ കണക്ക് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഈ കോയിൻ ഡബ്ല്യു എന്ന എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുള്ള
പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ഈ 6 ബില്യൺ ടോക്കൺ സപ്ലൈ ആണ് ഈ മെയിൻ നെറ്റ് ലോഞ്ച് ആകുമ്പോൾ മൊത്തം വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ടോട്ടൽ വിത്ത് എ ടോട്ടൽ സപ്ലൈ ഓഫ് 9 ബില്യൺ പൈ ആൻഡ് മാക്സിമം സപ്ലൈ ക്യാപ്ഡ് അറ്റ് 100 ബില്യൺ. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള സപ്ലൈ 9 ബില്യൺ ആണ് പറയുന്നത്. സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയാണ് പറയുന്നത്? 6 ബില്യൺ ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 ബില്യൺ വെച്ചിട്ട് നമുക്കിതിൽ ആൾറെഡി തന്നെ കുറേ ആൾക്കാർ ഈ ഒരു പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അതിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എത്രയാണ്? $50, $30, $80, $120 ആണ് നമ്മുടെ ഒരു പൈ ടോക്കൺ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഇത്രത്തോളം പ്രൈസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രത്തോളം പ്രൈസ് ഒക്കെ വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മതി. 6 ബില്യൺ ടോക്കൺ ഇവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ള 6 ബില്യണിൽ 4.5 ലോക്ക്ഡ് ആണല്ലോ, 1 ബില്യൺ ടോക്കൺ മാത്രമേ ഉള്ളൂ. ആ കാര്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണും. അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, അപ്പോൾ ഈ ഒരു ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ഈ ഇൻഫർമേഷൻ, നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഒരു പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം വേണ്ട, നമുക്ക് സിമ്പിൾ ഫോർമുലയാണ്. എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ഇത് ഉണ്ടോ അതിൻ്റെ ഒപ്പം എത്രത്തോളം സർക്കുലേറ്റിംഗ് സപ്ലൈ ഇതുണ്ട് അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ടോട്ടൽ സപ്ലൈ ഇപ്പോൾ ഈ ഫെബ്രുവരി 20 6 ബില്യൺ പൈ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിൽ സപ്ലൈ ലോക്ക്ഡ് ചെയ്തിട്ടുള്ളത് 4.5 ബില്യൺ പൈ ആണെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ 1 ബില്യൺ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ 1.5 ബില്യൺ മാത്രമാണ് കിട്ടുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ് മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൊജക്റ്റിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ 15 ബില്യൺ ഫണ്ടിങ്ങും 20 ബില്യൺ ഫണ്ടിങ്ങും അവർ ഒറ്റയടിക്ക് ഈ ലോഞ്ച് ടൈമിൽ നിങ്ങൾക്ക് കൊണ്ടിട്ട് ഇതിൽ ഇട്ട് തരുമോ? ഒരിക്കലും ഇട്ട് തരാൻ പോകുന്നില്ല. അങ്ങനെ ഇട്ട് തന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കമ്പനി എന്താവും, അങ്ങനെ ഡൗൺ ആയിട്ട് നല്ല ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഈ 6 വർഷം അവർ ബ്രൗസറും വാലറ്റും അങ്ങനെയുള്ള പുതിയ സ്ട്രാറ്റജികൾ കൊണ്ടുവന്നിട്ട് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്യൂച്ചറിനും വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യും, അത് കരുതും. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ 15 ബില്യണോ ഇല്ലെങ്കിൽ 20 ബില്യൺ ഫണ്ടിങ്ങും ഈ സാധനത്തിൽ കൊണ്ട് അവർ ലോഞ്ച് ചെയ്യുമ്പോൾ ഇടുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ എന്തായാലും ഞാൻ അങ്ങനെയുള്ള വാല്യൂം അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുകയാണ്, ഒരു 10 ബില്യൺ ടോക്കൺ ആണ് നമുക്കിവിടെ എന്തില്ല 10 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് വരാൻ പോകുന്നത്. ആസ് ഓഫ് നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഞാൻ പറയുന്നത്. ഒരു 10 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് വെറും $10. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിത് ബിറ്റ്കോയിൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഒരു ഐഡിയ ഇല്ല. ഇനി ഒരിക്കലും ബിറ്റ്കോയിൻ ആയിട്ട് കമ്പയർ ചെയ്യരുത്. ബിറ്റ്കോയിൻ ആൾകോയിൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. പക്ഷേ ബിറ്റ്കോയിൻ ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിലേക്ക് വന്ന എൻട്രി കോയിനാണ്. ബിറ്റ്കോയിൻ ആണ് മെയിൻ, ബിറ്റ്കോയിൻ ആണ് കോർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കോയിൻസ് നമുക്ക് അവിടെ വന്നു. ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ 10 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു $10 നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈ ടോക്കൺ കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 30 ബില്യൺ എടുത്തു, അപ്പോൾ $30 നമുക്ക് കിട്ടും. 15 ബില്യൺ എടുത്തു, $50 നമുക്ക് കിട്ടും. 80 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വന്നു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? $80 കിട്ടി. അത് അത്രത്തോളം മാത്രമാണ് നമുക്കിതിനൊരു പ്രൈസ് വരാനുള്ള നിങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അതും ഇത്ര മാർക്കറ്റ് ക്യാപ്പൊക്കെ കൊണ്ടിടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, അപ്പോൾ എല്ലാ ആൾ കോയിൻസും നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾ കോയിൻസ് ഇതൊരിക്കലും മീം കോയിൻസ് അല്ല, അതെന്തായാലും ഉറപ്പാണ്. ഇതൊരു ആൾ കോയിൻസ് ആണ്. ഇതിൽ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ആൾ കോയിൻസും അതേപോലെ തന്നെ പോപ്പുലർ കോയിൻസും നമുക്ക് അവർ ഫസ്റ്റ് ലോഞ്ച് ആയ സമയത്ത് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പും എത്രത്തോളം വാല്യൂയിലാണ് അത് ലോഞ്ച് ആയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എത്തീരിയമാണ്. 60 മില്യൺ ആണ് നമ്മുടെ ഈ ഒരു എത്തീരിയം ലോഞ്ച് ടൈമിൽ അവർ എന്ത് കൊടുത്തിട്ടുള്ളത്, മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ വെറും എത്രയായിരുന്നു? $0.30 മാത്രമായിരുന്നു ETHന് വാല്യൂ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സൊലാന കൊണ്ടുവന്നത് 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ്. സൊലാന എന്ന് പറയുന്നത് വളരെയധികം ഒരു പോപ്പുലാരിറ്റി, അതേപോലെ തന്നെ ഇപ്പോഴും അതിൻ്റെ അതേ ഒരു വാല്യൂ തന്നെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഇതും, അതേപോലെ തന്നെ ഒരുപാട് വാല്യൂ ഇടയ്ക്ക് കുറയാനും കൂടാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ വെച്ച് കളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കോയിനാണ് ഈ സൊലാന. ഫൗണ്ടേഷൻ്റെ കോയിനാണ് സൊലാന എന്ന് പറയുന്നത്. അത് വന്ന പ്രൈസ് തന്നെ 0.22 ആണ്. അപ്പോൾ ബിനാൻസ് കോയിൻ BNPയിൽ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ടല്ലോ, അതേ ഇതിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അത് തന്നെ 30 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ വന്നിട്ട് $0.15 മാത്രമാണ് അതെന്തായിട്ടുള്ളത്, ലോഞ്ച് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കാർഡോണ ഉണ്ട്, ഇപ്പോൾ അവലാച്ചി, ചെയിൻ ലിങ്ക്, യൂണിസാപ്പ്, ലൈറ്റ് കോയിൻ, ഡോജി കോയിൻ നിങ്ങൾ എടുക്കണ്ട. ഞാനതൊരു പോപ്പുലാരിറ്റി കോയിൻ ആയത് കാരണമാണ് അവിടെ കൊണ്ട് ഇട്ടത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ETHും BNP തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുത്തു, അവർ മാക്സിമം കൊടുത്തിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 മില്യൺ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രാറ്റജികളാണ് അവൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് വളരെയധികം കൂടാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ പൈക്കോയിന്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സാധാരണ രീതിയിൽ തന്നെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അടുത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ 50 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണെങ്കിൽ നമ്മുടെ കോയിന് കിട്ടാൻ പോകുന്നത് 0.05 USDT ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 50 മില്യൺ കിട്ടണമെങ്കിൽ തന്നെ അതൊരു വലുത് തന്നെയാണ് നമുക്ക്. എന്നാലും ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറേ പ്രൊജക്റ്റുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിയാലും നമുക്ക് എന്താണ് ഒരു ഫണ്ടിങ് ഒക്കെ അവരൊരു 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 50 മില്യൺ ടു 1 ബില്യൺ വരെയുള്ള വാല്യൂ ഞാൻ നിങ്ങൾക്ക് പൈൻ്റെ പറഞ്ഞുതരാം. അപ്പം നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് തന്നെ 50 മില്യൺ എടുത്തു എന്ന് പറഞ്ഞാൽ 0.05 മാത്രമാണ് നമ്മുടെ പൈ ടോക്കന് വരുള്ളൂ. 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് ഇത് ലോഞ്ച് ആവുന്നത് എന്ന് പറഞ്ഞാൽ $0.10 നമ്മുടെ ഇത് ലോഞ്ച് ആവാൻ പോവുക. 200 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് ലോഞ്ച് ആയെന്ന് പറഞ്ഞാൽ $0.20 ഇതാവാൻ പോവുക. 500 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണെങ്കിൽ ഇത് ലിസ്റ്റ് ആവുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 0.50 ഇത് ലിസ്റ്റ് ആവുക. 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നതെങ്കിൽ അപ്പോൾ $1 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതും നിങ്ങൾ പറഞ്ഞ പ്രൈസിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സർക്കുലേറ്റിംഗ് സപ്ലൈയിലാണ് ഞാൻ പറയുന്നത്. അതിനേക്കാളും ഇതിൻ്റെ ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ കൂടി എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനേക്കാളും വാല്യൂ കുറയും നിങ്ങൾ മനസ്സിലാക്കുക. ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് വെറും 21 മില്യൺ ആയിരുന്നു. അപ്പോൾ ആ 21 മില്യണും അതിന് ഒരുപാട് യൂസേഴ്സ് കൂടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അത് നീഡാണെന്നാണ് അർത്ഥം. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നീഡാവുകയും ഈ സാധനം കുറവാണെങ്കിൽ ഇതിന് ഒരുപാട് വാല്യൂ കൂടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇവിടെ തക്കാളി കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ള നാട്ടുകാരിൽ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ തക്കാളി വളരെയധികം ക്ഷാമമാണ്. അപ്പോൾ ക്ഷാമമായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് മേടിക്കുന്നു. അവിടെയാണ് കുറച്ചുള്ളത്, അവരുടെ നിന്ന് കുറച്ച് മേടിക്കുമ്പോൾ ഈ തക്കാളി നമ്മൾ ഇവിടെ മേടിക്കുമ്പോൾ നമുക്ക് അതിന് 3 മടങ്ങ് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തൊരു കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് ഓരോരോ കാര്യങ്ങളും ചിന്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത് പറയാൻ പോകുന്നത്, ഞാനിവിടെ പറയുന്നത് ബിനാൻസിൽ ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ബിനാൻസിൽ ലിസ്റ്റ് ആവുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹൈലി മിനിമം ആയിട്ടുള്ള ഒരു FDV ഒക്കെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ലെങ്കിൽ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ബിനാൻസിൽ ലിസ്റ്റ് ആവുമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ആ കാര്യം കൂടി അതിൻ്റെ ഒരു പ്രൈസ് കൂടി ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കൺക്ലൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ റീസെൻ്റ്ലി എടുത്തു എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ഈ 4.2 ബില്യണൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബിനാൻസിൽ എക്സീഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ബിനാൻസിൽ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് നല്ലൊരു ആൾ കോയിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മീം കോയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കരുത്. അങ്ങനെയുള്ള പല കോയിൻസും അവിടെ ചെറിയ ചെറിയ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഹൈലി പൊട്ടൻഷ്യലുള്ള, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 6 വർഷം ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രൊജക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹൈലി എക്സീഡ് ആയിട്ട് അവിടെ ഒരു മാർക്കറ്റ് ക്യാപ്പും FDVയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 4.2 ബില്യൺ എങ്കിലും അവിടെ ഈ ബിനാൻസിൽ ഇവിടെ കൊണ്ടുവന്ന് ലിസ്റ്റ് ആക്കണം. ഇത് ഓരോ എക്സ്ചേഞ്ചിലും ഓരോരോ മാറ്റങ്ങൾ വരുന്നില്ല. അവിടെ മാർക്കറ്റ് ക്യാപ്പ് ഇല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഫണ്ട് ഇല്ലെങ്കിൽ അവർ ലോഞ്ച് ചെയ്യുന്ന ടോക്കൺസ് അങ്ങനെയുള്ള പല മാറ്റങ്ങൾ വരും. ഈ ഒരു പൈ ടോക്കണിൻ്റെ ഇതൊരു ട്രേഡിംഗ് ഓപ്ഷനായിട്ട് മാറുമ്പോൾ ഇതിന് ഒരുപാട് വാല്യൂ കുറയാനും കൂടാനും ചാൻസുകൾ ഇല്ലയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലവർ ഇത് USDT ആയിട്ടൊക്കെ കമ്പയർ ചെയ്തു. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും USDT ട്രേഡ് ചെയ്തിട്ട് വേറെ ആക്കാനല്ലാതെ അതൊരു സ്റ്റേബിൾ കോയിൻ അല്ലാതെ വേറെ ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, പൈ ട്രേഡിംഗ് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഒരു പെയർ ആയിട്ട് USDTയിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം വളരെയധികം പോക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോയിലും നമ്മൾ നെഗറ്റീവാണ് പൈൻ്റെ വീഡിയോയിൽ, എന്നാലും നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് അടിച്ചോ, എനിക്കത് കുഴപ്പമില്ല. എത്രത്തോളം നെഗറ്റീവ് കിട്ടുന്നു, എത്രത്തോളം എന്നെപ്പറ്റി സംസാരിക്കുന്നു, ഞാൻ എന്താണ് കൂടുതൽ റീച്ച് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ കുറച്ച് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അത് കുറച്ച് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവാം, കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ട് ഈ വീഡിയോ എന്തായാലും കാണാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ബിനാൻസിൽ 4.2 ബില്യൺ ഒരു മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മുടെ ഈ ഒരു ടോക്കൺ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ 1 ബില്യൺ ആയിരിക്കും ഈ ഒരു ടോക്കൺ സപ്ലൈ മൊത്തമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ബിനാൻസിൽ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അവിടെ എത്രത്തോളം ടോക്കൺ സപ്ലൈ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഞാനിവിടെ എടുക്കുന്നത് ഒരു 1 ബില്യൺ തന്നെയാണ് എടുക്കുന്നത്. ഒരുപാട് ടോക്കൺ സപ്ലൈ ആണല്ലോ എല്ലാവിടെയും ആയിട്ട്. അപ്പോൾ 1 ബില്യൺ തന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പ്രൈസ് കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എത്രയാണെന്ന് പറഞ്ഞാൽ 6 ബില്യൺ ആയിട്ട് നമുക്ക് മാക്സിമം ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത്രത്തോളം ഒരു ഫണ്ട് അവർ എന്ത് ചെയ്യുക, കൊടുക്കാം. ഇല്ലെങ്കിൽ പൈ നെറ്റ്വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 0.70 USD ആയിരിക്കും നമുക്കൊരു പൈക്ക് വാല്യൂ വരാൻ പോകുന്നത്. അതല്ലാതെ ഇതിന് 1 ബില്യൺ മാത്രം സപ്ലൈ ആണെങ്കിൽ 4.20 USDT ഒരു പൈക്ക് വരും. $4 ഒക്കെ വരാം. അതല്ലാതെ ഇനി ഒരിക്കലും ഇത്
കോയിൻ്റെ ഒരു വാല്യൂ എത്തും, ബിറ്റ് കോയിൻ്റെ ഒരു ഫ്യൂച്ചറിൽ ഇത് ബിറ്റ് കോയിൻ ആണെന്ന് പറയുന്നവർ ഒരിക്കലും ഇതങ്ങനെ വിശ്വസിച്ചിരിക്കരുത്. നിങ്ങളെ പറ്റിക്കുമെന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ കുറച്ച് വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞ വാല്യൂ 0.05 ആണ്. അത് കഴിഞ്ഞ് 0.1, 0.2 പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അതിൽ $1 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 0.75 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ $4 4.20 USDT നിങ്ങളുടെ അഭിപ്രായം പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. $4.2 വരെ ഇതിന് മാക്സിമം പോവാം. അപ്പം അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിന് ഒരു മാറ്റവും ഇല്ല. ഇത് ലോഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കറ്റ് ക്യാപ്പ് എത്ര കൂടുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് എന്താവുന്നത്, ഇതിന് പ്രൈസ് കിട്ടുന്നത്. ഈ ഒരു കോയിൻ എന്താണ് എൻഗ്ലോസ് മെയിൻ നെറ്റിൽ ഒരുപാട് വാല്യൂ ആണ് കാണിക്കുക. പക്ഷേ ഇത് മെയിൻ നെറ്റിലേക്ക് വരുമ്പോൾ ഓരോ എക്സ്ചേഞ്ചുകളും ഇത് എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും, അവർ ലിസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന മാർക്കറ്റ് ക്യാപ്പും എല്ലാ എക്സ്ചേഞ്ചുകളും കൂടിയിട്ട് ഒരു മാർക്കറ്റ് ക്യാപ്പിൽ ഒരു വാല്യൂയിൽ ഇത് ലിസ്റ്റ് ആവും. മേ ബി അങ്ങനെ ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതിന് തീരെ വാല്യൂ ഉണ്ടാവില്ല. ഈ മെയിൻ നെറ്റിൽ അവർ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഉള്ള ഫണ്ടിനെ ഫ്യൂച്ചറിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇത്ര ചെയ്ത ലോക്ക് ചെയ്ത കോയിൻസിനൊക്കെ അവർക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവരുണ്ടാക്കിയ ഫണ്ട് മൊത്തം നിങ്ങൾക്ക് ഇട്ട് തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് പൊട്ടിച്ച് കളയും. പൊട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനി പൊട്ടും. അത് കാരണം ഇതിന് വലിയ വാല്യൂ ഒന്നും വരില്ല എന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും അത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കുറച്ചെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലും കൂടി കയറുക. ഞാൻ ഈ ലിങ്ക് എന്ത് തരാം, എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇട്ട് തരാം. അങ്ങനെ ഇട്ട് തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതിൽ കൂടുതലും നോക്കാൻ ലിങ്ക് അല്ല, ഈ ഒരു PDF ഫയൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഇട്ട് തരാം. അപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇൻഫർമേഷനൊക്കെ അതിന് നോക്കി പറയാം. ഇല്ലെങ്കിൽ എൻ്റെ അനലൈസിസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ കുറേ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പൈസ കിട്ടുന്നുണ്ട്, നീ കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോടാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കഴിവുള്ളവർ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എന്താണ് എത്രത്തോളം ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ലൂട്ട്സും കണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്താണ് പൈസ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഏഞ്ചൽ വണ്ട് കാണിച്ചു തരാം. മോസ്റ്റ്ലി ഏഞ്ചൽ വണ്ട് തന്നെയാണ് കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, നേരെ ഗൂഗിൾ പേ പോയിട്ട് നിങ്ങളുടെ UPI ID കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ കമ്പനി ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ കയറരുത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇവിടെ തൊടുന്നുണ്ട്. തൊട്ടെന്ന് പറഞ്ഞാൽ അവിടെ UPI ID നമുക്ക് കിട്ടും. ആ UPI ID നിങ്ങൾ എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കാണ്, വേറെ എവിടേക്ക് വെബ്സൈറ്റിലേക്കല്ല പോകുന്നത്. ഏഞ്ചൽ വണ്ണിനെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏഞ്ചൽ വണ്ണ് SIP, അതേപോലെ തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 0 ആയിട്ടുള്ള ഫീ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇതിലൊരു ഫ്രീ ആയിട്ട് ലൈഫ് ടൈം ഫ്രീ ഡിമാൻഡ് അക്കൗണ്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏഞ്ചൽ. അപ്പോൾ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിലൊരു അക്കൗണ്ട് KYC കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കിട്ടാൻ പോകുന്നത് 160 രൂപയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റെഗുലറായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമിൻ്റെയും ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ വണ്ട് മാത്രമാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് 160 രൂപ മൊത്തം 3 കയറിയിട്ടുണ്ട്. അതിന് മുമ്പും ഒരുപാട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മുടെ ഒരു ചാനലിൽ ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പൈസ കിട്ടിയതിൽ ഞാൻ മോസ്റ്റ്ലി ഒരു 25,000 രൂപ വരെ ഞാൻ ഗിവ് അവേ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5K സബ്സ്ക്രൈബർ വെച്ചിട്ട് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഫ്യൂച്ചറിലും പലതും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ കയറുക. ഒരുപാട് ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കയറിയാൽ മതി. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ DPM പ്രൊജക്റ്റും ടെലിഗ്രാം പ്രൊജക്റ്റും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രൊജക്റ്റും അങ്ങനെയുള്ള റീസെൻ്റ്ലി കമ്മ്യൂണിറ്റി എയർ ഡ്രോപ്പും അങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റുകളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന ഇൻഫർമേഷനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ റീസെൻ്റ് നമ്മൾ 1000K ഒക്കെ അടിച്ചു, അത് വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലും കൂടി കയറിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാനിവിടെ ലിങ്ക് ഒന്നും റെസ്ട്രിക്ഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്കൊരു ചെറിയ ചാനൽ ഉണ്ടാക്കാം. ചാനൽ ഉണ്ടാക്കിയിട്ട് ആൾക്കാരിനെ കയറ്റാം. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാവരും നല്ല ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേർ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലും കൂടി കയറുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞു, ചീത്ത വിളിച്ച് എന്ത് കാര്യങ്ങളും ചെയ്തോ. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യുക, ശരിയെന്നും പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.